ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഓണം മേക്കപ്പാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പാണ്. അതും സൽവാറിലാണ്. ഇപ്പം എല്ലാവർക്കും സാരി ഉടുക്കാനും ഇത് കാണത്തില്ല, ഇൻട്രസ്റ്റ് കാണുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് സൽവാറിലൊരു അടിപൊളി ഒരു മേക്കപ്പ് കാണാം. അപ്പം വീഡിയോ തുടങ്ങുന്ന മുമ്പ് എന്ത് ചെയ്യണം? പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദെൻ മൂവിങ് ടു ദ വീഡിയോ. പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ സ്കിൻ കെയർ സ്റ്റെപ്പാണ്. ഇപ്പോൾ സ്കിൻ കെയറിന് ആദ്യം ടോണറാണ്. അപ്പോൾ ആദ്യം തന്നെ ബേസിക് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയറിന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ടോണറിലാണ്. അത് നമ്മൾ സാധാ റോസ് വാട്ടറാണ് നമ്മൾ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാ ബഞ്ചാറാസിൻ്റെയോ ഡാബറിന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. റോസ് വാട്ടർ അടിപൊളി ടോണറാണ്. അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ഡാമ്പ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പാണ്. അതും ഭയങ്കര അഫോർഡബിൾ പ്രോഡക്റ്റ്സിനാണ് ഞാൻ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട എന്തായാലും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ടോണർ ഇട്ട് നമ്മൾ ഡാമ്പ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത് നമ്മുടെ മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസറിന് അക്വാലോജിക്കയുടെ 5+ ബാരിയർ എന്ന് പറഞ്ഞൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇതിനിപ്പം യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതുവരെ ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഫോമിലാണ് വരുന്നത്. ഓക്കെ, നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം മോയ്സ്ചറൈസർ ഇട്ടു, ടോണർ ഇട്ടു. ഞാനിവിടെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് SPF യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി ഒന്നും കൂടിയാണ് നമ്മുടെ പ്രൈമർ യൂസ് ചെയ്യണം. പ്രൈമറിന് മോസ്റ്റ് അഫോർഡബിൾ പ്രൈമേഴ്സ് വരുന്നതാണ് ഇൻസൈറ്റിൻ്റെ ഒരു പ്രൈമർ, പോർ മിനിമൈസർ പ്രൈമർ. ഇത് ഓഫർ വന്നപ്പോൾ എനിക്ക് ബിലോ 100 കിട്ടിയത്, അല്ലെങ്കിൽ 120 സംതിങ്ങേ ഉള്ളൂ. പക്ഷെ അടിപൊളി പ്രൈമറാണ് കേട്ടോ. ഇങ്ങനെ ഇട്ടെടുത്തിട്ട് നമുക്ക് കൂടുതൽ വയർക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മളൊരു ഫങ്ഷനൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രൈമർ യൂസ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഒരുപാട് ഓണത്തിനായാലും നമുക്ക് പല ഫങ്ഷൻസ് കാണും, പല ആക്ടിവിറ്റീസൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഒരുപാട് വേർക്കും, അല്ലെങ്കിലും ഈ സമയം നല്ല ചൂട് വെയിലൊക്കെ നമുക്ക് നല്ല വേർക്കും. അപ്പോൾ പ്രൈമർ യൂസ് ചെയ്ത് നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവാം. മേക്കപ്പ് ലോങ് ലാസ്റ്റിങ്ങും ഫ്ലോലെസ് ആവാൻ ഒരു കാര്യവും നമ്മൾ ബേസ് ശ്രദ്ധിക്കുക. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. മേക്കപ്പ് നന്നായിട്ട് സിറ്റ് ആവണമെങ്കിൽ തന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയർസൊക്കെ റിമൂവ് ചെയ്യുക. നമ്മൾ പിന്നെ ഐബ്രോസ് എന്തായാലും ത്രെഡ് ചെയ്യണം, എന്നാൽ നമ്മുടെ മുഖത്തിനൊരു ഫിനിഷ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ ടിപ്സ്. പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് നമ്മുടെ സ്ക്രബോ പാക്കോ എന്തെല്ലാം ചെയ്യുക, നമ്മൾ ഒരു പ്രെപ്പ് ചെയ്യുക നമ്മുടെ സ്കിന്നിനെ, എന്നാൽ നമ്മുടെ മേക്കപ്പ് ഫ്ലോലെസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ മേക്കപ്പിലെ പറഞ്ഞു. അപ്പം ആദ്യം എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസും പിഗ്മെൻറ്റേഷൻസും ഉണ്ട്. പിഗ്മെൻറ്റേഷൻസിനെ ഹൈഡ് ചെയ്യാൻ എൻ്റെ സ്കിൻ ടോണിനെ കാട്ടി അണ്ടർ ടോൺ ആയിട്ടുള്ളൊരു കൺസീലർ, അതും കറക്റ്റ് എന്ന് പറയാം. NC5ൻ്റെ മീഡിയം യെല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇൻസൈറ്റിൻ്റെതാണ്. ഇതും അണ്ടർ 100 ഞാൻ ഇത് വാങ്ങിച്ചത്. 85 95 വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ എന്തായാലും 110, മാക്സിമം 110, അതിനപ്പുറം പോകത്തില്ല. അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സർക്കിൾസൊക്കെ നന്നായിട്ട് കവറപ്പ് ചെയ്യും. ഇപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യുന്നൊരു മേക്കപ്പ് ആയതുകൊണ്ടാണ് എൻ്റെ ഓറഞ്ച് കറക്റ്റ്. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഡാർക്ക് സർക്കിൾസൊക്കെ കവറപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കൺസീലറാണ്. ഈ വിലയ്ക്ക് ഇത് സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ റിവ്യൂസ് കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് അടിപൊളിയായിട്ട് ഇത് എഫക്റ്റ് ചെയ്തു. ഈ ഒരു വിലയ്ക്ക് എന്തായാലും
സൂപ്പർബാണ്. ഇനി അടുത്തൊരു കൺസീലർ ബ്രഷ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഡാമ്പ് ചെയ്യാം. ഓക്കെ, പ്ലീസ് എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യണം. എല്ലാ അഫോർഡബിൾ പ്രോഡക്റ്റ്സ് വെച്ചാണ് ചെയ്യുന്നത്. ഞാൻ 100 റുപ്പീസ് ടു 10 റുപ്പീസിൻ്റെ വീഡിയോസ് വരെ ഇട്ടിട്ടുണ്ട്. പ്ലീസ് പ്ലീസ് വാച്ച് ആൻഡ് സപ്പോർട്ട്. ഇനി അടുത്തത് ഇതിനെക്കാട്ടി കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡായിട്ട് എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്ന ഒരു കൺസീലർ എടുത്തിട്ടുണ്ട്. സംവാട്ട് മാച്ചാണ്. സംവാട്ട് മാച്ചിൻ്റെ ഒരു ശകലം പൊട്ടിക്ക് താഴെയാണ്. ഗോൾഡ് 06 ഗോൾഡൻ റഷ് എന്ന് പറയുമ്പോൾ ഞാൻ 2-3 കൺസീലർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിത് നന്നായിട്ട് എഫക്റ്റ് ആയി. ഓക്കെ, ഞാൻ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനായി ഇതാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മെബലൈൻ്റെ 314 ബീച്ച് ഷെയ്ഡ്, അത് ഇതിനെക്കാട്ടി ഒരു പൊട്ടിക്ക് ഷെയ്ഡ്, ഒരു പാർട്ടി മേക്കപ്പിനൊക്കെ പോകുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. അപ്പം നമുക്കിത് ചെയ്യാം. ഇതും കൂടിയിട്ട് നമ്മുടെ മേക്കപ്പ് ചെയ്യും. ഇത് തന്നെയാണ് ഞാൻ ഫേസിൽ, അല്ലാതെ വേറെ ഫൗണ്ടേഷനോ വേറെ ഇനി ഒരു കൺസീലറോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇതാണ് ഫേസസ് കാനഡയുടെ കൺസീലറും ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഫേസസ് കാനഡ, നമ്മുടെ മാർസ്, സിസ് ബ്യൂട്ടി, ഇൻസൈഡൊക്കെ നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. അതും അണ്ടർ ബഡ്ജറ്റ്. ഞാൻ എല്ലാം മിക്കതും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് നന്നായിട്ട് ഡാമ്പ് ചെയ്യണം. നിങ്ങൾക്ക് കൈ കൊണ്ട് ഡാമ്പ് ചെയ്യാൻ സ്പഞ്ചാണ് കംഫർട്ടബിൾ എങ്കിൽ സ്പഞ്ച് കൊണ്ട് ഡാമ്പ് ചെയ്യാൻ എല്ലാം ഓക്കെയാണ്. ഇനി നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യണം. ഐബ്രോസ് ഫില്ല് ചെയ്യാനും മോസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. മാർട്സിൻ്റെ ആണ് ഒരു ഐബ്രോ പെൻസിലാണ്. ഇതും സൂപ്പറാണ്, ഈസി ടു അപ്ലൈ ആണ്. ബിഗിനേഴ്സിന് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഓക്കെ, പ്ലീസ് ചൂസ് ഡാർക്ക് ബ്രൗൺ കളർ. ചിലവർക്ക് ഗ്രേ, എനിക്ക് ഈ ഡാർക്ക് ബ്രൗൺ ആണ് എനിക്ക് ചേരുന്നതെന്ന് തോന്നുന്നു. നാച്ചുറൽ ഫിനിഷിങ് കിട്ടും. ജസ്റ്റ് 2 സൈഡും ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. ഒരു ഡ്രമാറ്റിക് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ തന്നെ സ്പൂളി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. കണ്ടോ, പെട്ടെന്ന് ഐബ്രോസ് കഴിഞ്ഞു. ബിഗിനേഴ്സിന് ബെസ്റ്റാണ് കേട്ടോ, മേക്കപ്പ് പഠിക്കാനും ഒക്കെ അടിപൊളി പ്രോഡക്റ്റാണ്. ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിനും ഞാനൊരു ഹുഡാ ഗേൾ എന്ന് പറഞ്ഞൊരു ഐ ഷാഡോ പാലറ്റാണ് എടുത്തേക്കുന്നത്. ഇത് ആമസോണിനാണ്. ഇത് 2 ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് മാജിക്, ന്യൂഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു റോസ് ഗോൾഡ് പാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാ ന്യൂഡ് ഷെയ്ഡ്സും ഉണ്ട്. കണ്ടോ, അപ്പോൾ ആദ്യം ഈ പൗഡർ പോലെ ഇരിക്കുന്നിടത്ത് നമുക്ക് ബേസ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒരു ബേസ് ആയിട്ട് നമ്മൾ താഴെ മുകളിലും കൊടുക്കുക. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഈ റോ എന്ന് പറഞ്ഞൊരു ഷെയ്ഡിനെ എടുക്കുന്നുണ്ട്. റോ ഇപ്പോൾ യെല്ലോ സൽവാറാണ് ഞാൻ ഇടുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ആക്സറൈസ് എല്ലാം ഒരു മജന്ത ഷെയ്ഡാണ് പിടിക്കുന്നത്. അപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് റെഡ് ഗോൾഡ് എന്ത് ആക്സറീസും ഈ യെല്ലോയിൻ്റെ കൂടെ പോവും. ഗ്രീൻ, ഈവൻ ഗ്രീൻ ലുക്സ് ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താണ് ചെയ്യുന്നത് നോക്കാം. അടുത്തത് ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഒരു കോപ്പർ ഗോൾഡാണ്. അതെടുത്ത് നമുക്ക് സെൻറ്ററിൽ കൊടുക്കാം.
ഓക്കെ, അപ്പോൾ കാജൽ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഡാർക്ക് കോൾ കാജൽ എടുത്തിട്ട് നന്നായിട്ട് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ നമ്മളൊരു ടീസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂട്ടിയിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഐ മേക്കപ്പ് കഴിഞ്ഞു. താഴെയും അതേപോലെ എഴുതിയിട്ട് സ്മഡ്ജ് ചെയ്തു. ഇനി നമ്മളൊരു ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു ഹൈലൈറ്റർ പാലറ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഹൈലൈറ്റർ പാലറ്റിൽ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡ്, വൈറ്റ് ഗോൾഡിൻ്റെ പല വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾക്ക് ഐ മേക്കപ്പ് കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. ബ്രഷാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രഷ് കണ്ടുപിടിച്ചിട്ട് ഓക്കെ, അപ്പോൾ ഈ വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ബ്രോബോണ്ട് അവിടെ ഒന്ന് നമ്മുടെ ബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. ഇതും 200 സംതിങ്ങിനാണ് ഞാൻ വാങ്ങുന്നത്. ഓക്കെ, ഐ മേക്കപ്പ് കഴിഞ്ഞു. ഒരു സ്മഡ്ജായിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തത് ബ്ലഷ് ഇടണം. ബ്ലഷ് മോസ്റ്റ് അഫോർഡബിൾ കാറ്റഗറിയിൽ വരുന്നിട്ടൊരു ബ്ലഷാണ്. ഇൻസൈറ്റിന് 75 റുപ്പീസിനാണ് വാങ്ങിച്ചത്. ഷെയ്ഡ് വന്നിട്ട് കാരമൽ എക്ലെയർ 06. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഷെയ്ഡ്. നന്നായിട്ട് നമുക്ക് സ്മഡ്ജ് ചെയ്യണം. ഇനി അടുത്ത് ബ്ലഷ് ഇട്ടു. പിന്നെ ഞാൻ കൂടുതൽ കോണ്ടൂറിങ് ഒന്നും ചെയ്യുന്നില്ല. ഒരു സിമ്പിളായിട്ടുള്ള ലുക്കാണ്. അപ്പം ഞാൻ സോറി, ഇതല്ല, ഞാൻ NYBയുടെ ഒരു ബ്രോൺസർ എടുത്തിട്ടുണ്ട്. ഓക്കെ, കോണ്ടൂർ ആൻഡ് ബ്രോൺസർ പൗഡറാണ്. ജസ്റ്റ് അതെടുത്തിട്ട് ഇങ്ങനെ എക്സസ് ഇടും. നമുക്ക് ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഹൈലൈറ്റർ വന്നിട്ട് ഞാനൊരു ലിക്വിഡ് ഹൈലൈറ്ററിന് ആദ്യം ഹൈലൈറ്റർ കൊണ്ട് നമ്മുടെ ബ്രോബോൺ ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. ഇനി ഒരു ലിക്വിഡ് ഹൈലൈറ്ററാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഡ്രോപ്പ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ട്. ഇത് ഷെയ്ഡ് വന്നിട്ട് ബ്രോൺസ് ആണ് ഞാൻ എടുത്തത് കേട്ടോ. കോപ്പർ ഒരുപാട് ഷെയ്ഡ്, ഇത് റോസ് ഗോൾഡ് ഇതൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എടുത്തേക്കുന്നത് കോപ്പറാണ് കേട്ടോ. കോപ്പർ ഷെയ്ഡാണ് എടുക്കുന്നത്. വേറെ 2-3 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കറിയാം നോസിൻ്റെ അവിടെ. ഓക്കെ, പിന്നെ ഓക്കെ, പിന്നെ നമുക്ക് നന്നായിട്ട് ഡാമ്പ് ചെയ്യാം. ഇനി കണ്ണിൻ്റെ താഴെ മാത്രം നേരത്തെ സെറ്റ് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി. അപ്പോൾ കണ്ണിൻ്റെ താഴെ മാത്രം കുറച്ച് നമുക്ക് അത് ഇൻസൈറ്റിൻ്റെ ഒരു ബനാന പൗഡറാണ് എടുത്തേക്കുന്നത്. വളരെ കുറച്ച് ഡസ്റ്റ് ഓഫ് ചെയ്തിട്ട് കണ്ണിൻ്റെ താഴെ മാത്രമേ. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പിന് ലിപ്സ്റ്റിക്ക് ഇടണം, മസ്കാര ഇടണം, അതും കൂടെ കഴിഞ്ഞ് മേക്കപ്പ് കഴിഞ്ഞു. നിങ്ങൾക്ക് പൗഡർ വേണമെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ചിലവർക്ക് പൗഡർ ഇല്ലാത്തൊരു മാറ്റ് ഫിനിഷ് അല്ലാത്തൊരു നല്ല ഗ്ലോസി ആയിട്ടുള്ളൊരു ലുക്കാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ.
ഈ മസ്കാരയാണ് 100 റുപ്പീസിനാണ് ഇത് വാങ്ങുന്നത്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. അപ്പം മസ്കാര ഇടാം. ഓക്കെ, ഇനി മസ്കാര ഇട്ടു. ഇപ്പം ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഞാനൊരു മീൻസ് ഞാൻ ആക്സസറൈസ് ചെയ്യുന്ന ആ കളറിൻ്റെ ആണ് എടുത്തേക്കുന്നത്. ആദ്യം ലാക്മിയുടെ തന്നെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ലിപ് ലൈനറാണ്. ഇതൊരു പ്ലം മജന്ത ഷെയ്ഡാണ്. ഓക്കെ, ഇത് മെബലൈൻ്റെ സൂപ്പർ സ്റ്റേ വിനൈൽ ഇങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്കാണ്. ഇനി അടുത്തത് ഫൈനൽ ടച്ചപ്പ്, നമ്മുടെ മേക്കപ്പ് ഫിക്സ്. റീക്കോണ്ട് ഒരു മേക്കപ്പ് ഫിക്സറാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് സ്പ്രേ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആക്സറൈസ് ഇട്ട് കാണാം. ഹായ്, ഹലോ. ഇതാണ് അപ്പോൾ ഫൈനൽ ലുക്ക്. സിമ്പിളാണ്, എന്നാൽ അടിപൊളി ഒരു ലുക്കാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ലുക്കാണ്. ഫൗണ്ടേഷൻ ഒന്നും വേണ്ട, സട്ടിലാണ്. ഈ നമ്മുടെ ഈ പുട്ടിയിട്ട പോലെ ഒന്നും ഇല്ല. അപ്പോൾ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.